കീണ ഉസ്താദ്, പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന്റെ ശേഷവും പറഞ്ഞിരുന്നും പോലും എഴുതിയിരുന്നും പോലും. ഓ മൗലവി, എന്നാ കീണ ഉസ്താദിന്റെ ഭാര്യയെ ജുമഅക്കോ ജമാഅത്തിനോ കീണ ഉസ്താദ് അയച്ചിരുന്നോ? 2 പെൺകുട്ടികളല്ലേ മാനവറുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ 2 പെൺകുട്ടികളെ ഇന്നേ വരെ പറഞ്ഞേച്ചിരുന്നു. ഇന്നും അവർ പോകുന്നുണ്ടോ? അവിടുത്തെ ഭാര്യയെ പറഞ്ഞേച്ചിരുന്നോ? ജീവിതത്തിൽ ഒരു ജുമയ്ക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് പങ്കെടുക്കുന്ന ജുമയിൽ ബഹുമാനപ്പെട്ട കീഴ ഉസ്താദ് പങ്കെടുത്തിരുന്നോ? നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ കൊല്ലങ്ങളോളം നിർത്തിയിട്ട് ഒരു പെണ്ണിനെങ്കിലും ജുമയ്ക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവിടെ നടപ്പാക്കിയിരുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്? ഇനി അടുത്തത്, സ്ത്രീകൾ അക്ഷരവിദ്യ പഠിക്കുന്നത് ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞു പോലും. മൗലവിക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയണല്ലോ. ഇപ്പൊ മൗലവി പറയാം, അതിന് മൂപ്പര് വായിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? എഴുതിയ മുസ്ലിയാരെ എഴുതിയാണ് അയാളുടെ കാലഘട്ടത്തിൽ തെറ്റായ രൂപത്തിലല്ലാതെ പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇക്കാലത്ത് പഠിക്കൽ ഹറാമാവും. ഏത് കാലത്ത്? ഇക്കാലത്ത് തന്നെ, നമ്മളെ കാലത്തല്ല, സംവിധാനമുള്ള സ്ഥലത്തല്ല, അദ്ദേഹത്തിന്റെ അക്കാലത്ത്, ആ കാലഘട്ടത്തിലുള്ള വിഷയമാണ് പറയാം. അത് അയാൾ വിശദമാക്കി എഴുതുന്നുണ്ട് എഴുതിയ പണ്ഡിതൻ. എന്റെ മൂപ്പ അത് കൊണ്ടുവച്ച് നമുക്കിപ്പോ ബാക്കി തരാണ്. ഇക്കാലത്ത് നിന്ന് കുറെ കൊല്ലം മുമ്പ് പറഞ്ഞാൽ അത് ഇക്കാല, അത് അക്കാലല്ലേ? അക്കാലത്ത് സ്ത്രീകൾക്ക് മറവോടുകൂടെ പഠിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. അങ്ങനത്തെ കാലത്ത് പറഞ്ഞതാണ്. അത് വെച്ചോട്ടെ. അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ് അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാവങ്ങൾ വന്നു വശാകുന്നതും അത് പല പാവങ്ങൾക്ക് ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്റൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അത് എഴുതിയ കാലഘട്ടത്തിൽ ഹറാമാകുന്നേ വഴി കാണുന്നുള്ളൂ. അത് എഴുതിയ ആദ്യം തന്നെ തുടക്കത്തിലേ പറഞ്ഞു, ശരാനുസരിച്ച രൂപത്തിൽ പഠിക്കാനുള്ള സംവിധാനമില്ല, ശരാനുസരിച്ച രൂപത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങളില്ല. അപ്പൊ അങ്ങനെയാവുമ്പോ ഹറാമാകുന്ന അദ്ദേഹം പറഞ്ഞു. അക്കാലഘട്ടത്തിൽ അന്ന് നടന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. നേരെ മറിച്ച് ശറയിൽ തെറ്റായ ഒരു രൂപങ്ങളും വരാതെ അനിവാര്യമായൊരു വിഷയങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് ഹറാമാണെന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? ഏത് പണ്ഡിതനാണുള്ളത്? അപ്പൊ ഇത് വായിച്ചിട്ട് ഹറാമാണ് എന്ന് കാണുമ്പോഴേക്ക് മൂപ്പര് വായിച്ചൊക്കെ പ്രസംഗിക്കുകയാണ്. എന്തിനാണ് മൗലവി ഇങ്ങനത്തെ വേണ്ടാവേലൊക്കെ? പിന്നെ മൂപ്പർ എന്താ പറയുന്നറിയോ? ഇനി അടുത്ത കേട്ടോളി.